സ്വാമി സൂര്യ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ വാസ്തുദോഷം എങ്ങനെ തീർക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. എന്നുവെച്ചാൽ വാസ്തുദോഷം തീർക്കാൻ ഓരോരുത്തരും ഓരോ പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ചിലതെല്ലാം പണച്ചെലവുണ്ടാകും. ആ പണച്ചെലവൊന്നും ഇല്ലാതെ വളരെ ലളിതമായ രീതിയിൽ ഒരു ഉപായം പറഞ്ഞു തരാം. അതായത് നമ്മുടെ വീട്ടിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂലയിൽ, കന്നി മൂലയിൽ ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വയ്ക്കുക. അവിടെ രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ 2 നേരവും ആ വിളക്കിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഈ ചെറിയ മന്ത്രം പറയുക. ഭവായ ദേവായ വാസ്തുപുരുഷായ നമഃ. ഇത് നമുക്ക് എഴുതി വെച്ച് ബൈഹാർട്ട് ചെയ്യാം. ഭവായ ദേവായ വാസ്തുപുരുഷായ നമഃ. ശർവായ ദേവായ വാസ്തുപുരുഷായ നമഃ. ഈശാനായ ദേവായ വാസ്തുപുരുഷായ നമഃ. പശുപതേർ ദേവായ വാസ്തുപുരുഷായ നമഃ. രുദ്രായ ദേവായ വാസ്തുപുരുഷായ നമഃ. ഉഗ്രായ ദേവായ വാസ്തുപുരുഷായ നമഃ. ഭീമായ ദേവായ വാസ്തുപുരുഷായ നമഃ. മഹദോർ ദേവായ വാസ്തുപുരുഷായ നമഃ. ഈ ദേവായ വാസ്തുപുരുഷായ നമഃ ഈ 8 നാമങ്ങളിലും കോമൺ ആണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഹൃദയസ്ഥമാക്കുവാൻ സാധിക്കും. ഓരോ പ്രാവശ്യം ഈ 8 നാമങ്ങളും പറഞ്ഞ ശേഷം ഒരു അരമിനിറ്റ് നേരം വാസ്തുപുരുഷനെ മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിക്കണം. ഇത് 6 റെപ്പിറ്റേഷനോ 12 റെപ്പിറ്റേഷനോ 24 റെപ്പിറ്റേഷനോ അത്ര വേണമെങ്കിൽ പറയാം. പക്ഷെ ഇടയ്ക്ക് ഒരു അരമിനിറ്റെങ്കിലും ധ്യാനിക്കണം. ഈ 8 നാമങ്ങൾ പറഞ്ഞ ശേഷം ഒരു അരമിനിറ്റ് ധ്യാനിച്ച് പിന്നെയും ഈ 8 നാമങ്ങൾ ആവർത്തിക്കണം. അത് കഴിഞ്ഞാൽ, ഈ നാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അഫർമേഷൻ പറയണം. എൻ്റെ ഈ വീട് പ്രപഞ്ചമാതാവിൻ്റെ ദിവ്യ ചൈതന്യം നിറഞ്ഞതാണ്. ഈ വീട്ടിൽ എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഈ വീട്ടിൽ സുഖമായും സൗഖ്യമായും മനസ്സമാധാനമായും ജീവിക്കുന്നു. പ്രപഞ്ചമാതാവിനും വാസ്തുപുരുഷനും ഞങ്ങളുടെ നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ടാൽ എന്ത് വാസ്തുദോഷം വീട്ടിലുണ്ടെങ്കിലും അത് മാറിക്കിട്ടും. വീട്ടിൽ ശുഭകാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കും. ശുഭകാര്യങ്ങളെന്ന് പറഞ്ഞാൽ വിവാഹപ്രായമെത്തിയവർക്ക് വിവാഹം, സന്താനലബ്ധി, പിന്നെ നല്ല ധന ആഗമം, സുഖവും സംതൃപ്തിയുമായ ഒരു ജീവിതം, ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെയും സപ്പോർട്ടും അവരുടെ അനുഗ്രഹങ്ങളും, ഇതേമാതിരിയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കുവാൻ തുടങ്ങും. ഇത്രയും വളരെ എളുപ്പമായ ഒരു വാസ്തുപരിഹാരം നിങ്ങൾ ശ്രമിച്ചു നോക്കുക. വാസ്തുദോഷം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ പരിഹാരം. ഇത് ചെയ്തു നോക്കുക. ഒരു 41 ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും, അതിൻ്റെ നല്ല അനുഭവം മനസ്സിലാകും. ബട്ട് 41 ദിവസം കൂടി നിർത്താൻ പാടില്ല. ഇത് നിത്യവും ചെയ്യേണ്ടതാണിത്. നിത്യം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് വരുള്ളൂ. ഒരു 5 മിനിറ്റ് സമയം ഇതിലേക്കായി നീക്കി വെച്ച് ഇത് ചെയ്യുക. ഞങ്ങളുടെ ഈ സ്വാമി സൂര്യ ചാനൽ കാണുക. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. നിങ്ങളുടെ അറിയുന്ന എല്ലാവർക്കും അതിനെ ഷെയർ ചെയ്യുക. ഞങ്ങളിൽ പല നല്ല നല്ല വീഡിയോകൾ കൊടുത്തിട്ടുണ്ട്, 62-63 വീഡിയോകൾ. അതെല്ലാം കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തുക. സാധിക്കുമെങ്കിൽ ധ്യാനത്തിലേക്ക് വരിക. നിത്യവും രാവിലെ 5 മണി മുതൽ 6:20 വരെ ധ്യാനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ ഡിവൈനായിട്ടുള്ളൊരു ധ്യാനമാണ്. ആ ധ്യാനത്തിൽ പങ്കെടുത്താൽ നിങ്ങളുടെ എല്ലാം ജീവിത സാഫല്യം ലഭിക്കും, നല്ല ആരോഗ്യം ലഭിക്കും, പൂർണ്ണായുസ് ലഭിക്കും, മനസ്സിന് സംതൃപ്തി ലഭിക്കും.
പിന്നെ നമുക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയും ലഭിക്കും. ഗൂഗിൾ മീറ്റിൽ വരിക. ഞങ്ങളുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിനെ നോക്കി നിങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഗൂഗിൾ മീറ്റിലേക്കുള്ള ലിങ്ക് അയച്ചു തരാം. ധ്യാനത്തിൽ പങ്കെടുക്കുക. ധ്യാനത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. 2 പേരുടെ, ഒന്ന് മഹാലക്ഷ്മി, ഒന്ന് വിജയ മാഡം. അതിനെ സശ്രദ്ധം വീക്ഷിക്കുക. അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലായാൽ നിങ്ങൾ ധ്യാനത്തിലേക്ക് തീർച്ചയായിട്ടും വരും. അപ്പോൾ ധ്യാനത്തിലേക്ക് വന്നാൽ ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്തുവാൻ സാധിക്കും. ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകാൻ തയ്യാറാണ്. എല്ലാവർക്കും നന്ദി.